എല്ലിന്റെ ഒടിവ്, ലിഗമെന്റ് ഇഞ്ചുറി അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണോ? വിശ്രമം ചികിത്സ അത്യാവശ്യമാണ്, പക്ഷേ ശരിയായിട്ടുള്ള ഭക്ഷണ രീതി സുഖപ്പെടലിന് വേഗത നൽകുന്നു. എല്ലിന്റെ അടിസ്ഥാന ഘടകമാണ് കാൽഷ്യം. പാലും തൈരും ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പാലിന് പകരം പാല് കഴിക്കാത്തവരാണെങ്കിൽ പച്ചക്കറികൾ ധാരാളമായി ഉപയോഗിക്കുക, ഇലക്കറികൾ ധാരാളമായി കഴിക്കുക, ഫോർട്ടിഫൈ ചെയ്തിട്ടുള്ള സീരിയൽസ് ധാരാളമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ വൈറ്റമിൻ ഡി, കാൽഷ്യം ശരീരത്തിൽ ആഗിരണം ചെയ്യാൻ വൈറ്റമിൻ ഡി സഹായിക്കുന്നുണ്ട്. പ്രതിദിനം കുറച്ചു നേരം സൂര്യപ്രകാശത്തിൽ ചെലവിടാൻ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലെ ടിഷ്യൂ റിപ്പയറിനെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ചിക്കൻ, പയർ, കടല, പരിപ്പ് വർഗ്ഗങ്ങൾ പെടുന്ന എല്ലാ തരം സാധനങ്ങളും നമുക്ക് സമൃദ്ധമായ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അടുത്തതായി വൈറ്റമിൻ സി. വൈറ്റമിൻ സി കൊളാജൻ നിർമ്മാണത്തിന് സഹായിക്കുന്നതാണ്. ഇത് എല്ലുകളുടെ ശക്തിക്ക് വളരെ അത്യാവശ്യമാണ്. ഓറഞ്ച്, ലെമൺ, പേരയ്ക്ക, നെല്ലിക്ക ഇതെല്ലാം നമ്മുടെ ഡയറ്റിൽ ചേർക്കാവുന്നതാണ്. അതുപോലെ വൈറ്റമിൻ കെ നമ്മുടെ എല്ലുകളുടെ മിനറലൈസേഷനെ സഹായിക്കുന്നതാണ്. വൈറ്റമിൻ കെ അടങ്ങിയിട്ടുള്ള പച്ചിലകൾ ധാരാളമായി ഭക്ഷണത്തിൽ ഉപയോഗിക്കാം. കൃത്യമായ അളവിൽ വെള്ളം ശരീരത്തിന് ആവശ്യമാണ്. അതുപോലെ മദ്യപാനം, കാഫീൻ, കോഫിയുടെ ഉപയോഗം, ജങ്ക് ഫുഡുകൾ, ഹോട്ടൽ ഭക്ഷണങ്ങൾ ഇവയെല്ലാം പൂർണ്ണമായി ഒഴിവാക്കുക. സിഗരറ്റിന്റെ യൂസേജ് ഉണ്ടെങ്കിൽ സിഗരറ്റ് വലിയും നല്ലതല്ല. സിഗരറ്റ്, ബീഡി, ടൊബാക്കോ യൂസുകളെല്ലാം ഒഴിവാക്കേണ്ടതാണ്. എള്ള് നമ്മുടെ ഡയറ്റിൽ ഒഴിവാക്കരുത്. കൃത്യമായ കാൽഷ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് ഇതെല്ലാം എള്ളിൽ കൂടുതലാണ്. എള്ളിന്റെ ഉപയോഗം എല്ലിന്റെ ആരോഗ്യത്തിനും ഉണങ്ങാനൊക്കെ സഹായിക്കുന്നതാണ്. എള്ള് പ്രോട്ടീനിലും സമൃദ്ധമാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സും മറ്റ് ബയോ ആക്റ്റീവ് ആയിട്ടുള്ള ഘടകങ്ങളും എള്ളിൽ അവൈലബിൾ ആണ്. ഇത് നമ്മുടെ എല്ലിന്റെ ആരോഗ്യത്തിന് സഹായകമാണ്. എള്ള് നമ്മുടെ പാചകത്തിലോ സ്മൂത്തിയിലോ ഒക്കെ കൃത്യമായി ഉപയോഗിച്ചാൽ ഒരു പ്രകൃതിദത്ത ഹീലിംഗ് ബൂസ്റ്റ് ആണ് നമുക്ക് ലഭിക്കുക. ഹൈ ബ്ലഡ് ഷുഗർ ഉള്ള ആളുകളാണെങ്കിൽ ഫിസിഷ്യന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് കൃത്യമായി ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോളിലാക്കുന്ന രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണങ്ങളും അതുപോലെ തന്നെ മരുന്നുകളും കഴിക്കേണ്ടതാണ്.